2019 ഏപ്രിൽ മാസമാണ് ഞാൻ കൃപാസനത്തിൽ വന്നത്. അത് എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ ഹസ്ബൻഡ് 10 വർഷമായിട്ട് നാട്ടിൽ ജോലിയില്ലാതിരുന്നപ്പോൾ ഇവിടെ ഡ്രൈവിങ്ങിന് പോയപ്പോൾ ഇവിടുത്തെ ജനക്കൂട്ടം കണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് നല്ല ഒരു ജോലി കിട്ടി. അത് മലേഷ്യയിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ പോയിട്ട് 8 മാസമായി. അത് കഴിഞ്ഞ് എനിക്ക് 6 വർഷമായിട്ട് എൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുമായിരുന്നു. ഉടമ്പടി എടുത്ത് ആ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടി. അതേപോലെ മകൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തിൽ വളരെ ഉഴപ്പായിരുന്നു. ഉടമ്പടി തൈലവും പുരട്ടി തേനും കൊടുത്ത് അവന് 80% മാർക്കോടെ CBSEയിൽ പാസ്സായി. അത് കഴിഞ്ഞ് +2 78% മാർക്കോട് കൂടി പാസ്സായി. അവനിവിടെ ധ്യാനത്തിന് വന്ന് ഉടമ്പടി തൈലവും തേനും പുരട്ടി കൊടുത്തതിൻ്റെ ഫലമായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും പരിപൂർണമായിട്ട് സൗഖ്യം തന്നു. വീടിൻ്റെ പരിസരത്തെല്ലാം പാമ്പിൻ്റെ ശല്യം 20 വർഷമായിട്ടുണ്ടായിരുന്നു. വെഞ്ചരിച്ച ഉപ്പ് ഇട്ടതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് വിടുതൽ തന്നു. മകളുടെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു. എന്നും പ്രാർത്ഥിക്കാൻ നേരം ഉടമ്പടി തൈലം തേച്ച് പുരട്ടി വിശ്വാസപ്രമാണവും ചൊല്ലി അത് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. എൻ്റെ ഹസ്ബൻഡ് മലേഷ്യയിൽ നിന്ന് ദുബൈയിലോട്ട് പോയപ്പോൾ അവിടെ വെച്ച് ഒരു 18,000 ദിർഹംസ് അടയ്ക്കേണ്ട ഒരു ആ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി അടയ്ക്കേണ്ട ഒരിത് വന്നു. കമ്പനി അത് അടച്ചു. അതിൽ പൂർണ്ണമായിട്ടും വിടുതൽ തന്നു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കൊന്തയും ചൊല്ലി ചെയ്ത് വിടുതൽ തന്നു. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കോടി നന്ദി പറയുന്നു.